ലയനം കലാ സാംസ്കാരിക വേദി സംഘടിപ്പിച്ച യുദ്ധം പഠിപ്പിച്ച പാഠം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഡോക്ടർ സിന്ധു ബി കെ ജീവാമൃതം എഴുതിയ കഥ അതിരുകളില്ലാത്ത സ്നേഹം. രചന ജീവാമൃതം ഡോക്ടർ സിന്ധു ബി കെ. വായന ഷഫീഖ് ആദിക്കോട്. രണ്ടു അയൽരാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം അതിരൂക്ഷമായ സമയം. അതിർത്തി ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് പലായനം ചെയ്യുകയായിരുന്നു. അക്കൂട്ടത്തിൽ 10 വയസ്സുകാരനായ അമീറും അവൻ്റെ മുത്തശ്ശനും ഉണ്ടായിരുന്നു. തിക്കും തിരക്കിനിടയിൽ അവർക്ക് വഴിതെറ്റി. തോക്കുകളും ബോംബുകളും മുഴങ്ങുന്ന ശബ്ദങ്ങൾ കേട്ടവർ ഭയന്നുകൊണ്ട് ഒരു തകർന്ന വീടിൻ്റെ അകത്തേക്ക് ഒളിച്ചിരുന്നു. അവിടെ മറ്റൊരു മൂലയിൽ വിറച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ അമീർ കണ്ടു. എതിർ സൈന്യത്തിലെ ഒരു സൈനികനായിരുന്നു അത്. കാലിന് ഗുരുതരമായി പരിക്കേറ്റ് വേദന കൊണ്ട് അവൻ പിടയുകയായിരുന്നു. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് ദൂരെ ഒരിടത്തേക്ക് തെറിച്ചു പോയിരുന്നു. മുത്തശ്ശൻ ഭയത്തോടെ അമീറിനെ തടഞ്ഞു. അവൻ നമ്മുടെ ശത്രുവാണ്, അവനടുത്തേക്ക് പോകരുത്, മുത്തശ്ശൻ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു. എന്നാൽ വേദന കൊണ്ട് പൊളയുന്ന ആ യുവാവിൻ്റെ മുഖത്തെ കണ്ണീർ കണ്ടപ്പോൾ അമീറിൻ്റെ മനസ്സലിഞ്ഞു. മുത്തശ്ശൻ്റെ വിലക്ക് അവഗണിച്ചുകൊണ്ട് അമീർ പതുക്കെ അവനടുത്തേക്ക് നടന്നു. അമീർ, അങ്കിൾ, നിങ്ങൾക്കൊരുപാട് വേദനയുണ്ടോ? സൈനികൻ വേദന മറച്ചുകൊണ്ട് ഒരു ചെറിയ പുഞ്ചിരി സമ്മാനിച്ചു. സൈനികൻ, ഉണ്ട് മോനെ, പക്ഷെ നിന്റെ ഈ സ്നേഹം എൻ്റെ വേദന കുറയ്ക്കുന്നു. അമീർ തൻ്റെ ബാഗിലുണ്ടായിരുന്ന വെള്ളക്കുപ്പി അവന് നൽകി. അമീർ, ഇത് കുടിക്കൂ. എൻ്റെ അമ്മ പറയാറുണ്ട്, ദാഹിക്കുന്നവർക്ക് വെള്ളം കൊടുക്കുന്നത് ഏറ്റവും വലിയ നന്മയാണെന്ന്. സൈനികൻ വെള്ളം കുടിച്ചു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. സൈനികൻ, നീ എന്നെ ശത്രുവായില്ലേ കാണുന്നത്? അമീർ ഒരു നിമിഷം ചിന്തിച്ചു. അമീർ, യുദ്ധം നിങ്ങളെ ശത്രുവായിരിക്കാം, പക്ഷേ എനിക്കിപ്പോൾ കാണുന്നത് വേദനിക്കുന്നൊരു മനുഷ്യനെയാണ്. അത് കേട്ട മുത്തച്ഛൻ നിശബ്ദനായി. പിന്നീട് പതുക്കെ പറഞ്ഞു, മുത്തച്ഛൻ, മോനെ, ചിലപ്പോൾ കുട്ടികളുടെ ഹൃദയം മുതിർന്നവരുടെ ഭയത്തേക്കാൾ വലിയ സത്യങ്ങൾ പഠിപ്പിക്കും. വെള്ളം കുടിച്ച ശേഷം ആ സൈനികൻ വേദനയോടെ തൻ്റെ കീശയിൽ നിന്നൊരു ചെറിയ ചിത്രം പുറത്തെടുത്ത് കാണിച്ചു. അതിലൊരു സ്ത്രീയും ഒരു ചെറിയ പെൺകുട്ടിയും ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. സൈനികൻ, എൻ്റെ മകൾ, അവൾക്ക് നിന്നെപ്പോലെ തന്നെ പ്രായം. അല്പനേരം നിശബ്ദനായ ശേഷം അവൻ തുടർന്നു, ഈ യുദ്ധം കഴിഞ്ഞ് അവളുടെ അടുത്തേക്ക് തിരികെ പോകണം എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അമീർ ആ ചിത്രം ശ്രദ്ധയോടെ നോക്കി. അമീർ, നിങ്ങൾ തീർച്ചയായും പോകും, കാരണം നിങ്ങളുടെ മകൾ നിങ്ങളെ കാത്തിരിക്കുകയാണ്. സൈനികന്റെ കണ്ണുനീർ കവിളിലൂടെ ഒഴുകി. സൈനികൻ, നന്ദി മോനെ, ഇന്ന് നീ എനിക്ക് പ്രതീക്ഷയാണ് തന്നത്. അമീർ ആ കാഴ്ച കണ്ട് നിശബ്ദനായി. താൻ ശത്രുവായി കാണാൻ പഠിച്ച ഈ മനുഷ്യനും തൻ്റെ വീട്ടിൽ തന്നെ കാത്തിരിക്കുന്ന അച്ഛനെ പോലെയുള്ള ഒരാളാണ് എന്ന് അവൻ തിരിച്ചറിഞ്ഞു. യുദ്ധം കൊണ്ട് വിഭജിക്കപ്പെട്ട മനുഷ്യർ യഥാർത്ഥത്തിൽ സ്നേഹം പങ്കുവെക്കുന്നവരാണെന്ന് ആ നിമിഷം അമീറിന് മനസ്സിലായി. അപ്പോഴേക്കും സൈനികരുടെ വാഹനങ്ങൾ അടുത്തെത്തി. സഹപ്രവർത്തകരെ കണ്ട സൈനികൻ അമീറിനെ നോക്കി ഒരു ചെറുപുഞ്ചിരി നൽകി. പോകുന്നതിന് മുൻപ് അവൻ അമീറിൻ്റെ കൈകൾ ചേർത്തു പിടിച്ചു. സൈനികൻ, നമ്മൾ വീണ്ടും കാണുമോ എന്നറിയില്ല, പക്ഷെ ഒരു കാര്യം ഓർക്കുക, മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശക്തി ആയുധങ്ങളല്ല, സ്നേഹമാണ്. അമീർ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, അതെ അങ്കിൾ, സ്നേഹത്തിന് അതിരുകളില്ല. സൈനികൻ തിരിഞ്ഞു നടന്നു. യുദ്ധം വെറുപ്പിൻ്റെ ഭാഷ മാത്രം. സംസാരിക്കുമ്പോഴും സ്നേഹത്തിൻ്റെ ചെറിയൊരു സ്പർശം ശത്രുതയുടെ മതിൽക്കെട്ടുകൾ തകർക്കുമെന്ന് അമീർ അന്ന് പഠിച്ചു. അന്ന് ആ യുദ്ധക്കളത്തിൽ വെച്ച് അമീർ പഠിച്ച പാഠം അതായിരുന്നു. ആയുധങ്ങൾ കൊണ്ട് അതിരുകൾ വരയ്ക്കാൻ എളുപ്പമാണ്, പക്ഷേ അതിരുകളില്ലാത്ത സ്നേഹം കൊണ്ട് മാത്രമേ ലോകത്ത് സമാധാനം കെട്ടിപ്പടുക്കാൻ കഴിയൂ.